എല്ലാവർക്കും ഗിവ് അവേ ആയിട്ട് 1/2 ലിറ്റർ കൊടുക്കാൻ പോണേ. ആദ്യമായി ഹണിബി വെറുതെ റോട്ടിലിട്ടിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. എടുക്കുന്നവർക്ക് ഈ 500-ന്റെയും കുപ്പി കൊണ്ട് വീട്ടിലേക്ക് പോകാം. ചെറിയൊരു പ്രശ്നമുണ്ട്, ഇതിനകത്തുള്ളത് കട്ടൻ ചായയാണ്. കളഞ്ഞിരിക്കുന്നു. ആ കളഞ്ഞ സാധനം എടുക്കാൻ ഒരു ഓട്ടോറിക്ഷക്കാരൻ വരുന്ന സംശയം. അതാ ഓട്ടോക്കാരൻ അയാള് കളഞ്ഞ പച്ചവെള്ളം എടുത്ത് വീട്ടും ശശിയാകാൻ വേണ്ടി ഓട്ടോയിൽ കിട്ടുന്നു. ചേട്ടാ ഇവര് സാധനം വാങ്ങാതെ കിട്ടിയ ഓട്ടോകൊണ്ട് പോവാട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു പ്രാങ്ക് വീഡിയോ ആണ്. പ്രാങ്ക് ചെയ്യുന്ന സ്ഥലം ഈ കാണുന്ന സ്ഥലമാണ്. ബിവറേജിലേക്ക് സാധനം വാങ്ങിക്കാൻ വരുന്നവരെയാണ് നമ്മളിന്ന് പ്രാങ്ക് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് പ്രാങ്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഗിവ് അവേ ആയിട്ട് 1/2 ലിറ്റർ കൊടുക്കാൻ പോകണം. ഗിവ് അവേ ആയിട്ട് കൊടുക്കുന്ന വെറുതെ റോട്ടിലിട്ടിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. എടുക്കുന്നവർക്ക് ഈ 500-ന്റെയും കുപ്പി കൊണ്ട് വീട്ടിലേക്ക് പോകാം. ചെറിയൊരു പ്രശ്നമുണ്ട്, ഇതിനകത്തുള്ളത് കട്ടൻ ചായയാണ്. പത ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ഡൗട്ട് തോന്നും. കുറച്ച് കുപ്പികൾ ഞാൻ നിറച്ച് ഇതേമാതിരി കട്ടൻ ചായ അമ്മയെ കൊണ്ട് കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പെർഫെക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ക്ലബ് ഹൗസ് വോഡ്ക വെച്ചിട്ടുണ്ട്. പിന്നെ റോയൽ ആംസ് MC, പിന്നെ റോയൽ ആംസ് MC, ഒരു ഹണിബി, പിന്നെ ഒരു ഓഫീസർ ചോയ്സ് ഫുള്ള്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ആദ്യമായി ഹണിബി. ഞാൻ പോയിട്ട് വരാം, ബാഗിലിടാം. ഓക്കെ, അവിടെ സാധനം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആരാ എടുക്കാൻ നോക്കാം. ആളെടുത്തു. രണ്ടുപേരെന്തോ ഡിസ്കഷനിലാണ്. എനിക്കൊന്ന് പൊട്ടിച്ച് നോക്കുകയാണ് സംശയമുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഹണിബി ചിലവായി പോയിരിക്കുന്നു. ഒരു പോയിട്ട് എനിക്ക് അടുത്ത സാധനം ഇടാൻ പറ്റുള്ളൂ. അടുത്ത എനിക്ക് തോന്നുന്നു ഇവിടെ എവിടെയെങ്കിലും വെക്കാം. അതാകുമ്പോൾ ഈ ഒരു ആംഗിൾ നല്ല അടിപൊളി ആംഗിൾ. അടുത്തത് റോയൽ ആംസ്. രണ്ടാമത്തത് ഇതാ അവിടെ നമ്മളെ തൊട്ടടുത്ത് വെച്ചിട്ടുണ്ട്. അത് കണ്ടില്ല. കണ്ട് രണ്ടാമത്തത് പോകുന്നു. എറിഞ്ഞു. അവർക്ക് കാര്യം മനസ്സിലായി. ഒരെടുത്ത് എറിഞ്ഞു കാട്ടിക്ക്. ഓക്കെ, അടുത്തത് MC. മിഷൻ സക്സസ്. ഈ ചേട്ടൻ എടുത്തിരിക്കുന്നു. ചേട്ടൻ നേരെ സഞ്ചിയിലിട്ട് പോയി. ചേട്ടൻ്റെ മുഖത്തൊരു എന്തൊരു സന്തോഷം. പാവം, എനിക്ക് ശരിക്കും 500 രൂപയ്ക്ക് സാധനം മേടിച്ചു കൊടുത്താലോ. അയ്യോ, പൊട്ടടിച്ചാൽ പോലും ഇത്ര സന്തോഷം ഉണ്ടാവും. അടുത്തത് ക്ലബ് ഹൗസ് വോഡ്ക.
സാധനം പൊട്ടിച്ചു, മണത്തു, പച്ചവെള്ളമാണെന്ന് മനസ്സിലാക്കിയ ചേട്ടന്മാർ ആ കുപ്പി എന്ത് ചെയ്യും? കളഞ്ഞിരിക്കുന്നു. ഞാൻ കരുതി ഇനി ഓട്ക ഇനി ആരും എടുക്കൂലെന്ന് കരുതിട്ടോ, പക്ഷെ ഓട്ക എടുത്തിരിക്കുന്നു. ആ കളഞ്ഞ സാധനം എടുക്കാൻ ഒരു ഓട്ടോറിക്ഷക്കാരൻ വരുന്നതെന്ന് സംശയം. അതാ ഓട്ടോക്കാരൻ അയാള് കളഞ്ഞ പച്ചവെള്ളം എടുത്ത് വീട്ടും ശശിയാകാൻ വേണ്ടി അതാ ആ സാധനം എടുക്കുന്നു. ആ ഓട്ടോയിൽ കിട്ടുന്നു. ചേട്ടാ ഇവര് സാധനം വാങ്ങാതെ കിട്ടിയ ഓട്ടോക്ക് കൊണ്ട് മുങ്ങാ പോവാട്ടോ. പറഞ്ഞാലോ അത് ഒറിജിനൽ അല്ലാന്ന്. മറ്റേ ഓട്ടോക്കാർ ഇവിടെ സാധനം കൊണ്ട് എത്തിയിട്ടുണ്ട്. അവരോട് ഞാൻ പോയി പറയാം അത് പ്രാങ്കാണെന്നൊക്കെ. ബംഗാളികൾക്ക് വേണ്ടി എടുത്തതാണ്. ബംഗാളികൾ പറഞ്ഞിട്ട് ഞാൻ പോയി പറഞ്ഞു മൂപ്പരിക്കല തിരിച്ചു തന്നു. അടുത്തതായി നമ്മള് ചേട്ടന്മാർക്ക് കൊടുക്കാൻ പോകുന്ന ഒരു ഫുള്ളാണ്. 880 രൂപയാണ് ഇതിന്, ഈ കുപ്പിക്ക്. ആരാണ് ഈ ഫുള്ള് കൊണ്ടുപോകുന്ന വ്യക്തി നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ അയാൾ എങ്ങോട്ട് ഇത് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് അയാൾ ഫോളോ ചെയ്യാം. ഓക്കെ, കാണുന്നവൻ്റെ കണ്ണ് പെട്ടെന്ന് തന്നെ കിട്ടിയ ഒരു ഫുള്ളാണ് ആ കിടക്കുന്നത്. അതിന്റെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. കണ്ടില്ലേ, അവനക്ക് താഴേക്ക് ശ്രദ്ധിച്ചില്ല. സാധനം വാങ്ങാനുള്ള തിരക്കിൽ ഓടി പോയതാണ്. പക്ഷെ താഴെ കിടക്കുന്ന ഭാഗ്യം കണ്ടില്ല. ഓക്കെ, നമുക്ക് ആ ഭാഗ്യവാൻ നോക്കാം. അതാ ഒരു ചെറുപ്പക്കാരൻ കടപ്പോയി കഴിയാണ്. ആ ഭാഗ്യശാലി ആര്? കടന്നു വരൂ. ലെറ്റ്സ് ഗോ. വരുന്നു. സാധനം വേണ്ട. കണ്ട് ആരും കാണാതെ എടുക്കാനുള്ള പ്ലാനിലാണ് സുഹൃത്ത്. അവർ രണ്ടുപേരും ഫോൺ നോക്കാവും. ഒരു സാധനം അരലച്ചിട്ട് പോയത്. എവിടുന്നാലും ഒരു തുറന്നു നോക്കണം. ആൾക്കാരില്ലാത്ത സ്ഥലത്ത് നിന്ന് അവർ എന്തായാലും ഇത് പൊട്ടിച്ചു നോക്കും. അല്ല ഇതായിട്ട് നോക്കും. ഒരു കാറിൽ കയറി. വീട് കാറ് ഒരു വണ്ടി നിറച്ച ആൾക്കാരുണ്ട്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ഒരു ഫുള്ളിലുള്ള ആൾക്കാരുണ്ട്, പക്ഷെ അടിക്കാനുള്ള യോഗമില്ല. സാധനം വാങ്ങി വരുന്നത് കൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ അടിക്കാൻ സാധനമൊക്കെ ടച്ചിങ്സ് ഒക്കെ വാങ്ങി എല്ലാവരും ഗ്ലാസ് ഒക്കെ ഇട്ടൊരു വലിയൊരു മലേന്റെ മുകളിൽ ഇപ്പൊ കേറി അടിക്കാൻ നോക്കുമ്പോ സാധനം കട്ടച്ചായ ആണെന്നുള്ളൊരു സാധനമല്ലോ. അങ്ങനെയൊക്കെ കിട്ടിയാണല്ലോ മുടിഞ്ഞു പോകും. അതാ അപ്പോ നമ്മുടെ ഈ ഒരു പ്രാങ്ക് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതേമാതിരി പ്രാങ്കുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.